ജൂലൈ 26 പരിശുദ്ധ കന്യാമറിയത്തിന്റെ മാതാപിതാക്കളായിട്ടുള്ള വിശുദ്ധ ജോവാക്യമിന്റെയും അന്നയുടെയും തിരുനാള് തിരുസഭ ആഘോഷിക്കുകയാണ്. നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ഈ ദിവസം ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആയിട്ടും അതുപോലെ തന്നെ പാരന്റ്സ് ഡേ ആയിട്ടും ആഘോഷിക്കുന്ന ദിവസമാണ്. അപ്പം എന്ന വാക്കിൽ നിന്നുമാണ് അപ്പൻ എന്ന വാക്ക് വരിക. അപ്പം എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം, ഭക്ഷണം. അപ്പോൾ അപ്പൻ എന്ന വാക്കിന്റെ അർത്ഥം അപ്പമാകുന്നവൻ എന്നാണ്. കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കുന്നവൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പന്റെ ത്യാഗവും അപ്പന്റെ കഠിനാധ്വാനവുമാണ് ഓരോ കുഞ്ഞിന്റെയും വളർച്ചയിലും ഉയർച്ചയിലും ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇനി അമ്മ എന്ന വാക്കിന് നമ്മളൊന്ന് വളരെ മനോഹരമായിട്ടുള്ളൊരു അർത്ഥം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനായിട്ട് അമ്മ എന്ന ആ ഒരു പദം, വേർഡ്, നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യണം. ആ പ്ലസ് മമ. ആ എന്ന വാക്കിന്റെ അല്ലെങ്കിൽ അക്ഷരത്തിന്റെ അർത്ഥം അല്ല എന്നുള്ള ഒരു നെഗറ്റീവ് അർത്ഥമാണ്. അപ്പോൾ ഈ ആ എന്നുള്ള ആ ഒരു അക്ഷരം മറ്റ് ഏതെങ്കിലും വാക്കിന്റെ മുൻപിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ല എന്നുള്ള അർത്ഥം വരും. ഒരു ഉദാഹരണത്തിന് ഹിതം, അതിന്റെ മുന്നിൽ നമ്മൾ ആ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അഹിതം. പ്രിയം എന്നുള്ള വാക്കിന്റെ മുമ്പിൽ ആ ചേർത്തിട്ടുണ്ടെങ്കിൽ അപ്രിയം. ഇനി നമ്മൾ അമ്മ എന്ന വാക്കിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അമ്മ എന്ന വാക്കിന്റെ ഞാൻ പറഞ്ഞു ആ പ്ലസ് മമ. മമ എന്ന വാക്കിന്റെ അർത്ഥം എന്റേത് എന്നുള്ളതാണ്. അപ്പോൾ ആ മമ എന്ന ആ ഒരു ലെറ്ററിന്റെ അക്ഷരങ്ങളുടെ മുൻപിലായിട്ട് ആ എന്ന അക്ഷരം ചേർത്ത് വെക്കുമ്പോൾ എന്റേതല്ല എന്നുള്ള ഒരു അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കുക. സ്നേഹമുള്ളവരെ, അമ്മ എന്ന ആ ഒരു പദത്തിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് എന്റേതല്ല. നമ്മളെയൊക്കെ ഓരോരുത്തരെയും അമ്മയുടെ ഗർഭപാത്രത്തിൽ ആ ഉരുവായ നിമിഷം മുതലേ അമ്മ നമുക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള ത്യാഗങ്ങള്, അമ്മ കടന്നുപോയിട്ടുള്ള വേദനകളും ശാരീരിക വേദനകളും മാത്രമല്ല, മാനസികമായിട്ടുള്ള സംഘർഷങ്ങള്, അതുപോലെ തന്നെ പല വിധത്തിലുള്ള പ്രയാസങ്ങളിലൂടെ അമ്മ കടന്നുപോയിട്ടുണ്ട്. ആ അമ്മ, ആ മമ എന്റേതല്ല എന്നുള്ളൊരു വാക്കിന്റെ അർത്ഥം തന്നെയാണ് അമ്മ എന്നുള്ള പദത്തിന് ഏറ്റവും മനോഹാരിത ചാർത്തുന്നത്. പ്രിയമുള്ള കുഞ്ഞുമക്കളെ, we all have to love our parents. From these words, appan, appam, one who is becoming bread for us. Amma, one who considers it's not me, it's not for me, and it's not for mine. They're totally yours. That is the word meaning of Amma. അപ്പോൾ ഈ ഒരു ദിനങ്ങളിൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, it is my humble request to you. Remember and pray for your parents. Gratefully consider them. Try to obey them the possible way you can. Try to love them, respect them. ഇത് കുഞ്ഞുങ്ങളോട് മാത്രമല്ല പ്രിയമുള്ളവരെ, മുതിർന്നവരാണെങ്കിൽ പോലും നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും അവരുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി അവർ എടുത്തിരിക്കുന്ന ത്യാഗങ്ങളെ മനസ്സിലാക്കാനും ഈ ഒരു അവസരം ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ വിവാഹിതരായിട്ടുള്ള ദമ്പതികൾക്കും. എന്തുകൊണ്ടാണ് ഞാൻ വിവാഹിതരായിട്ടുള്ള ദമ്പതികൾ എന്ന് പറയുന്നത്? കുഞ്ഞുങ്ങളില്ലാത്ത കുറച്ചു പേരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാം. അവർക്ക് ശാരീരികമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ സാധിച്ചിട്ടുണ്ടാകണമെന്നില്ല. പക്ഷേ അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ഒരു നന്മ ഇന്ന് അനേക കുഞ്ഞുങ്ങൾക്ക് അവർ ആത്മീയമായിട്ട് അല്ലെങ്കിൽ മനസ്സിൽ അവർ ജന്മം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹിതരായിട്ടുള്ള എല്ലാ ദമ്പതികൾക്കും ഈ അവസരത്തിൽ പാരന്റ്സ് ഡേയുടെ, വിശുദ്ധ ജോവാക്യമിന്റെയും അന്നയുടെയും തിരുനാളിന്റെ ആശംസകളും മംഗളങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. ഒരു വാക്ക് ഞാൻ ഈ ദിവസം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കാറ്റഗിസം വിഭാഗം ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചേഴ്സ് അതിന് സഹകരിക്കുന്നു, ഒരുപാട് ത്യാഗം അവരെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ പരിശീലിപ്പിക്കാനായിട്ട് ഈ ദിനങ്ങളിൽ, ഈ ലോക്ക്ഡൌണിന്റെ കാലഘട്ടത്തിൽ വീടുകളിലിരുന്ന് വിശ്വാസ പരിശീലനം ഇപ്പോൾ നിങ്ങളുടെ കരങ്ങളിലാണ്.
നിങ്ങൾ എന്തുമാത്രം കുട്ടികളെ വിശ്വാസ പരിശീലനത്തിൽ വളർത്താനായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പരിശ്രമിക്കുന്നുവോ അത്രമാത്രം കുഞ്ഞുങ്ങൾ ആ ഒരു വിശ്വാസത്തിൽ ആഴപ്പെടും. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ അതിനുവേണ്ടി പരിശ്രമിക്കുക. ഈ ടീച്ചേഴ്സിനോടും കാറ്റഗിസം വിഭാഗത്തിനോടും സഹകരിക്കുന്ന നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ഞാൻ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ആശംസകൾ നേരുകയും ചെയ്യുന്നു. ഈ ദിനത്തിന്റെ മംഗളങ്ങൾ അർപ്പിക്കുന്നു. Hi everyone. Today we celebrate the feast of Saint Joachim and Saint Anna. Today we also Parents' Day. Let us remember our parents gratefully. Their love and sacrifice has made us what we are today. Without them we are nothing. Mata, Pita, Guru, Devam. Parents and teachers are considered equal to God according to our Indian tradition. Even God in His 10 commandments placed parents immediately after Him. That in the 10 commandments we see the first 3 commandments pertain God and the 4th commandment pertains our parents, which means it says honor your father and mother. Dear friends, we have a great responsibility to honor, love and obey our parents unconditionally. We are truly very, very, very lucky to have parents. Let us thank the Lord Almighty for giving us good parents. I also specially remember and thank our very good parents who very greatly and zealously participate in the catechism nowadays. I also specially appreciate them for all the pains they take to impart faith into our kids. Thank you very much, dear parents, and once again I wish you a very happy feast and happy Parents' Day. Dear parents, on this auspicious occasion of Parents' Day, I thank the Almighty God for the very gift of yours. Being the partners of God in the development of your children, you're working hard in order to fulfill all the dreams that God has seen for you and for your family. May God bless you and strengthen you abundantly throughout your life. Happy Parents' Day. Happy Parents' Day to all the parents. On this occasion, I would like to thank you for your sincere efforts in bringing up your children and also helping them out in all the walks of their life. Especially during this COVID situation, where you are also acting as their catechism teachers on our behalf. May the God Almighty bless you abundantly and may all your wishes be fulfilled. Thank you. On this auspicious occasion of Parents' Day, I remember the words of Saint John Paul II, where he says, "Family catechism proceeds, accompanies, and enriches all other forms of instruction in faith." Thus, I take this opportunity to thank you, my dear parents, for all the efforts and sacrifices that you make for your children's spiritual and overall development. I assure you, the Catechism Department and teachers' full support in this endeavor to make our children love Jesus and His church. Dear parents, on this occasion of Parents' Day, I would like to extend my heartfelt gratitude for all your thankless service and support extended towards us during this pandemic. Once again, wishing you all a very happy Parents' Day. May God bless you all. Hello, my dear parents. It is rightfully said by someone, the best inheritance he can give his children is a few minutes of his time each day. And we are grateful to you for giving us, we catechism teachers, a part of this time of yours and for those untold sacrifices you do to help build your children in faith and devotion. Wishing you a happy Parents' Day. Dear parent, parenthood is a lifetime vocation which requires constant dedication and commitment. Wearing multiple hats during unprecedented times is a commendable feat. So keep up with your positive attitude and spread God's love among your children and watch them grow. I wish each and everyone a happy Parents' Day. Parents are the truest reflections of God's sacrificial love. They give without expecting. They quietly toil for their families' every need. They sacrifice their dreams, sleep, and every want for their kids. And ever so patiently teach us a million times till we actually learn. Thank you, dear parents, for all that you do. Happy Parents' Day. God give us a life with happy and sad moments, but parents always try to give us
only happy moment. On behalf of the Catechism Department of our parish, I salute the selfless efforts of all the parents. I wish you all a happy Parents' Day. Parents are the architects of a better tomorrow. Every child who believes in himself has a parent who believed in him first. Today, as we are celebrating Parents' Day, I extend my heartfelt gratitude to all the parents for all the good things that you are doing for your kids. May the Almighty continue to bless each one of you. Happy Parents' Day. I would like to thank each and every parent for all you have been doing at home to help support your children. I would also like to thank you all for supporting us and also being patient with us. We all are extremely proud of you. Thank you so much, and a very happy Parents' Day to all of you all. May God bless you. Thank you, dear parents, for all your support and cooperation and all the efforts taken. Thank you very much. Happy Parents' Day. Hello, wonderful parents of my beautiful catechism students. I hope you all are all doing well. I know it has been a really difficult time for all of us during this pandemic. Even though you all are juggling with your household chores and work from home, you all have always been so giving and always there for the spiritual growth of your child. Parents are the greatest teachers a child can ever have. So here I am to wish you a very, very happy Parents' Day to all the parents out there who are doing a fantastic job. Thank you. ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ മക്കൾക്ക് ചൊല്ലിക്കൊടുക്കുന്നവരാണ് മാതാപിതാക്കൾ. ഈ ലോക്ക്ഡൗൺ കാലത്ത് കുഞ്ഞുങ്ങളുടെ കാറ്റഗിസം പഠനത്തിലും ആക്ടിവിറ്റി സമയപരിധിയിൽ പൂർത്തീകരിക്കുന്നതിലും നിങ്ങളുടെ സഹകരണം ലഭിക്കുന്നു എന്നത് സന്തോഷപ്രദം തന്നെ. ഈ പുണ്യദിനത്തിൽ എല്ലാ മംഗളങ്ങളും നേരുന്നു. നല്ല ദൈവം ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. Happy Parents' Day to all loving parents. During this pandemic, you have taken up the role of being a teacher as well. Thank you for supporting and guiding your child to lead a life to Jesus. On behalf of all my students, I wish each and every one of you a blissful Parents' Day. COVID-19 കാരണം മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടിയിരിക്കുകയാണ്. ഓഫീസിലെ ജോലി, വീട്ടുജോലി, പിള്ളേരുടെ സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സസ്, കൂടാതെ കാറ്റഗിസം ക്ലാസ്സുകൾ. ഇന്ന് ഈ മാതൃത്വ ദിനത്തെ അവസരത്തിൽ ഞാൻ എല്ലാ മാതാപിതാക്കൾക്കും എന്നെ ഹൃദയം രേഖപ്പെടുത്തുകയാണ്. My heartfelt gratitude to all the parents. Wishing you a very happy Parents' Day. Thank you so much. Happy Parents' Day to all parents. On this day, I would like to extend my heartfelt gratitude for all the support and encouragement and understanding that you have towards the catechism teachers. Have a wonderful time. God bless. Thank you, parents, for all the love and support you have given during this pandemic period. You are all doing a wonderful job in enlightening your children and bringing them more closer to you. We wish you all a very happy Parents' Day. Dear parents, this pandemic has closed all the churches but has converted every home into a house of God. It has been helpful in bringing family members more closer by spending quality time together. As parents, you are playing multiple roles of parents, teachers, spiritual guide, friends, etc. It must be extremely difficult, but you all are doing with a smile. On behalf of all my students, I sincerely wish you all a very happy Parents' Day. തനിക്കൊന്നും ആകാൻ പറ്റിയില്ലെങ്കിലും തന്റെ മക്കൾ ഉയർന്ന നിലയിൽ എത്തണം എന്നാഗ്രഹിക്കുന്നവരാണ് മാതാപിതാക്കന്മാർ. This Parents' Day, we would like to thank you for 1. Gifting us such amazing, wonderful children, and 2. For taking on the role of catechism teachers. Thank you for being the wind beneath our wings. A happy Parents' Day to each one of you out there. Hi, good morning, my beloved parents. Wish you all a happy and holy Parents' Day with God's blessing and prosperity. May God bless you and give you the strength to manage your kids during this lockdown. Bye. A father's goodness is higher than the mountains, and a mother's goodness is deeper than the seas. Dear parents, we wish you a very happy Parents' Day.
Thank you for the care, love and support you gave us, especially during this lockdown week. On behalf of the Catechism Department, I would like to wish you a very, very, very happy Parents' Day. God bless you. Today is a very special day for me because I get to celebrate the people who I love more than my life, and they are my parents. They never make us sad. Instead, they bring smile on our face. They motivate us. On this day, they come to know how much the children love them. So, on behalf of all the Catechism students, I wish all the parents a happy Parents' Day and God bless you.